ഒരു മധ്യവേനൽ അവധിക്ക് ലില്ലിയാൻറ്റി എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പപ്പയുടെ പെങ്ങളാ ലില്ലിയാൻറ്റി. പക്ഷേ ഞങ്ങളെ ഉപേക്ഷിച്ചതേ പിന്നെ ലില്ലിയാൻറ്റി പപ്പയോട് മിണ്ടിയിട്ടില്ല. ഇച്ചായോ വാച്ച് വേണ്ടായോ? ആ അതിങ്ങെടുത്തോ. കർത്താവേ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ജോർജ് അങ്കിൾ എങ്ങോട്ട് പോവാ? പണിക്ക് വന്നേ. എന്താ പണി? പ്രാർത്ഥനയാന്നേ. പ്രാർത്ഥന ഒരു പണിയാണോ? ലില്ലേ, പ്രൈസ് ദി ലോർഡ്. എന്നാലും എന്റെ പൊന്നു കർത്താവേ, ഈ കുഞ്ഞിനെയാണല്ലോ അത് ദുഷ്ടയിട്ടേച്ച് പോയത്. ഓ, ഇവിടെ ഞാവൽമരം ഉണ്ടോ? ഇല്ല. എന്തേ? അപ്പൊ ഇതോ? അണ്ണൻകാട്ടിൽ നിറച്ചു ഞാവൽപ്പഴങ്ങളാ. ഏതെങ്കിലും കാക്ക കൊണ്ടിട്ടതായിരിക്കും. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അയ്യോ, എനിക്ക് പേടിയാ. ദേ ഹരിച്ചേട്ടൻ വരുന്നു. നമുക്ക് ഹരിച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോവാം. ചേട്ടൻ ഒരു പേടിത്തോണ്ടരാ. എന്നാലും ഒന്ന് ചോദിച്ചേക്കാം. ഹരിച്ചേട്ടാ നിന്നേ. ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം അണ്ണൻകാട്ടിലെ ഞാവൽ ഉറിക്കാൻ വരുമോ? മണ്ണാങ്കാട്ടിലാ? പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. അതെ ചേട്ടാ, ചേട്ടന് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. പേടിയാ? എനിക്ക് പേടിയൊന്നുമില്ല. ചേട്ടന് ഭയങ്കര ധൈര്യമല്ലേ? ഇതൊരു ചെറിയ കടല്ലേ. ചേട്ടാ തരായോ? തരായി. ഇവിടെ പാമ്പുണ്ടോ? പാമ്പാ? സൂക്ഷിച്ച്. അണ്ണാങ്കോട് എത്താറയോ? അവിടെ ഏട്ടാ. എന്ത് രസാ. എന്റെ വണ്ടി. അതാരാന്നറിയോ? ആരാ? ജോസങ്കിൾ, നിന്റെ പപ്പ. അതാ കണ്ണൻ ജോസം കൂട്ടുക. നമുക്ക് പോവാം. കണ്ടെന്ന് വിളിക്കണേ. അയാൾക്ക് കണ്ണൻ പൂച്ചയുടെ സ്വഭാവ. വന്നേ. അന്ന് പകയുടെ പ്രതികാരത്തിന്റെ ഒരു തീപ്പൊരി മനസ്സിൽ വീണു. സ്ഥലം എസ്.ഐ. വർഗീസങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പോലീസുകാരനാണെങ്കിലും വർഗീസങ്ങൾ ഒരു പാവമായിരുന്നു. സാധാരണ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ വർഗീസങ്ങളിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ മകനായിരുന്നു ഞങ്ങളുടെ ടീം ലീഡർ, ഞങ്ങളുടെ സ്വന്തം കുട്ടി പോലീസ്. വേണ്ട സർ, ഞാൻ നിന്നോളാം. ഇതെന്താ പോലീസ് സ്റ്റേഷനോ നിൽക്കാൻ? ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ഐക്യമില്ലല്ലേ? എന്താണ് നിന്റെ പേര്? ഇവിടെ ദേവി. ദേവനും ദേവി. എന്നിട്ട് വീട്ടിൽ ദേവാസുര യുദ്ധമാണെന്നുണ്ടോ നാട്ടുകാർ പറയുന്നു? നീ ഇന്നലെ ഇവിടെ തല്ലിയോ? തല്ലി സർ. എന്റെ പുറത്തിട്ട് 2 തല്ലും എന്റെ കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു സർ. സാർ, അത് പിന്നെ വയസ്സായി കിടപ്പിലായ എന്റെ അമ്മയ്ക്ക് ഇവൾ ഇന്നലെ കഞ്ഞി കൊടുത്തില്ല സാർ. ഇയാൾ അരി മേടിച്ചു തരാം, ഞാൻ എങ്ങനെ കഞ്ഞി വെച്ചു കൊടുക്കും സർ? സാർ, അരി മേടിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നത് ഉള്ളതാണ്. പക്ഷെ അരി മേടിക്കാൻ പൈസ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. അത് ഇന്നലെ പാൽക്കാരൻ വന്നപ്പോ ഞാൻ ആ പൈസ എടുത്ത് കൊടുത്തു. കൈ കാശ് വെച്ചിട്ട് ഞാൻ ഇല്ലാന്ന് പറയില്ല സർ. കാശ് ഇന്നില്ല, നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. സർ, ഞാൻ കള്ളം പറയാറില്ല. എന്റെ കുടുംബത്തിൽ ആരും കള്ളം പറയാറില്ല സർ. സാർ, ഇവളുടെ ചേട്ടൻ കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞതിന്റെ പേരിൽ കേസുള്ളവനാണ് സാർ. അത് പിന്നെ ജഡ്ജിക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിട്ടായിരുന്നു. ഒരു ജഡ്ജിക്ക് ഒരു ആക്രി കുടുംബത്തിൽ എന്ത് മുൻവൈരാഗ്യം? നീ എന്തിനാ കള്ളു കുടിക്കുന്നത്? 2 പെമ്മക്കളല്ലടാ നിനക്ക്? അത് പിന്നെ വീട്ടിൽ മനസ്സമാധാനം ഇല്ലാത്തോണ്ടാണ് സാർ ഞാൻ കള്ളു കുടിക്കുന്നതുകൊണ്ടാണ് സാർ ഞങ്ങളുടെ വീട്ടിൽ മനസ്സമാധാനം ഇല്ലാത്തത്. മതി, നിർത്ത്. പപ്പ പെട്ടുന്നാ തോന്നേ. ഇതിപ്പോഴൊന്നും തീരില്ല. അപ്പോഴേക്കും അവന് കളിക്കാൻ ധൃതേ. പാല് കുടിച്ചിട്ട് പോടാ. കുടിച്ചോ? സത്യം പറ, പാൽ കുടിച്ചോ? ഇന്നും കുറഞ്ഞ പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു ലില്ലിയുടെ വീട്ടിൽ പോയിട്ട്?
അവിടെ നല്ല രസമായിരുന്നു. ആനും ടോമയുടെ നല്ല കളിയായിരുന്നു. പിന്നുണ്ടല്ലോ അവിടെ ഒരു സ്ഥലമുണ്ട്, അണ്ണാങ്കാട്. അവിടെ നിറച്ച് ഞാവൽപ്പഴങ്ങളും അണ്ണാമാരും ഉണ്ട്. അതിന്റെ പുറകെ ചെന്ന് സൺസെറ്റ് കാണാം. സൂര്യൻ ഇങ്ങനെ 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 പോണത് കാണാൻ നല്ല രസാ. നമുക്കൊരു ദിവസം ഇവിടെ പോയാലോ? കുറച്ചു ദൂരല്ലേ ഉള്ളൂ. ആ പോവാ. എന്നാ വേഗം പോവാ. അടുത്ത ആഴ്ച സ്കൂൾ ഓർത്തില്ലേ? പപ്പയോട് ചോദിക്കട്ടെ. അതെ, ഒരു കാര്യം ചെയ്യൂ. എന്താ? ചെയ്യാന്ന് പ്രോമിസ് ചെയ്യൂ. പറ്റുന്ന കാര്യാണോ? പറ്റുന്ന കാര്യമൊക്കെ തന്നെയാ. ശരി, പ്രോമിസ്. അതെ, വർഗീസങ്ങളെയും കൂട്ടി പോലീസ് ജീപ്പിൽ അങ്ങോട്ട് വരുമോ? അയ്യോ, അതെന്തിനാ? അതെ, ഞാൻ അവിടെയുള്ളവരോടൊക്കെ വലിയ ഗമയ്ക്ക് വർഗീസങ്ങളുടെ മോനും ഞാനും വലിയ കൂട്ടാണെന്നും അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാണെന്നൊക്കെ. അങ്ങനൊക്കെ പറഞ്ഞോ? ആന്നേ. ശരി, നോക്കട്ടെ. നമസ്കാരം സാർ. അവിടെയാണ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങോട്ട് അവിടെയായിട്ട്. അവിടെയാണ് സാർ. അവിടെ എന്തായാലും സാർ വന്നല്ലോ. എത്ര നാളായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരാനോ? അതെ സാർ. സാറിനോട് ഇങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. അത്ര പ്രശ്നക്കാരാ സാറേ അതുങ്ങൾ. ഓഹോ, ആരും പേടിയില്ല സാറേ. എല്ലാത്തിനും അടുത്ത് അകത്തിടണം, പുറലോകം കാണിക്കാൻ പാടില്ല. എടോ അതൊക്കെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പണിയല്ലേടോ? സാറ് പറഞ്ഞത് ശരിയാ. ഒരു തരത്തിൽ പറഞ്ഞ മൃഗങ്ങൾ തന്നെയാ. അസ്തമയാ പറയോ? ആ ഇപ്പോ നിറയെ അണ്ണന്മാരുണ്ടല്ലോ. അതല്ലേ ഇതിന് അണ്ണാങ്കാടെന്ന് വിളിക്കുന്നേ. സാറേ അവരവിടെ തന്നെ ഉണ്ട്, കണ്ടോ? അപ്പൊ അതാണല്ലേ വെറുതെ അണ്ണാമാര് സംശയിച്ചു. സ്ഥിരം പരിപാടി സാർ. പണ്ടേ പറഞ്ഞില്ലടാ ഒരിക്കൽ നീ ഞങ്ങളുടെ കയ്യിൽ വന്ന് ചാടൂന്ന്. പകയുടെ ആ തീപ്പൊരി അന്ന് അവിടെ കെട്ടടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും ശാന്തവുമായ അസ്തമയമായിരുന്നു അന്നത്തേത്. സൂര്യന് ഭൂമിയോടുള്ള പ്രണയം തന്നെയാണ് ഓരോ ഉദയത്തിനും പ്രചോദനമായിട്ടുള്ളത്. പ്രണയിനിയുടെ കാത്തിരിപ്പിന്റെ ആഴമളക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ അസ്തമയവും. എന്നാ ഞാൻ ആ കഥയിൽ വേറൊരു ട്വിസ്റ്റ് വരട്ടെ. ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റാണോ? ഞെട്ടും. ശരിക്കും? ആ ശരി. പ്ലാത്തോട്ടത്തിൽ മേരിയുടെയും വർഗീസിന്റെയും മകനായ എബ്രഹാം വർഗീസ് നബിക്ക് എന്ത് ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റാ പറയാനുള്ളത്? പറ. നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെയുണ്ട്. അല്ല, എന്നാലും എങ്ങനെ മനസ്സിലായത്? പിന്നെ ആരെങ്കിലും വന്ന് ബൈക്കിൽ കയറാൻ പറഞ്ഞ കേറി വരാൻ മാത്രം മണ്ടിയാണോ ഞാൻ? നീ കളിപ്പിക്കാണ്ട് കാര്യം പറ. ഈ ചെമ്പകവും അണ്ണാരക്കണ്ണനും ഒക്കെ സാധാരണ കഥകളല്ലേ? അത് വായിച്ച് ഇത്ര ആവേശം കൊള്ളണമെങ്കിൽ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ആളായിരിക്കണമല്ലോ. പിന്നെ FBയിലും വാട്സാപ്പിലും ഒക്കെ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോ തന്നെ ഒരു സംശയം തോന്നി. എല്ലാ പ്രൈവറ്റ് ഇൻഫർമേഷനും ഒക്കെ ഹൈഡ് ചെയ്ത് ഫാമിലി ഫോട്ടോസ് ഒന്നും ഇടാതെ ആ ഒളിച്ചുകളിയൊക്കെ ഞാൻ സെൻസ് ചെയ്തു. എവിടെ വരെ പോകും നോക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല അല്ലേ? വിചാരിച്ചതിന് അപ്പുറമാ ഞാൻ.